വളരെ സന്തോഷം. അതിരാവിലെ നല്ലൊരു എഡിഫിക്കേഷനൊക്കെ കേൾക്കുമ്പോ സുജി സാറെ വളരെ സന്തോഷമല്ല നമുക്ക്? വളരെ സന്തോഷം. യെസ് സർ. എന്തായാലും താങ്ക് യു അനു മാഡം. എന്താ പറയാ, ഒരാഴ്ച പൊൻപുലരി ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നു. വളരെ സന്തോഷം. എൻ്റെ പേര് അനിൽ ജോർജ്, വീട് തുമ്പൂരാണ്, RCB ടെക്നിക്കൽ അച്ചീവറാണ്. അനു മാഡം പരിചയപ്പെടുത്തി ഏകദേശം 6 വർഷം ആവാറായി RCB നന്മയിൽ വന്ന് പെട്ടിട്ട്. അതിന്റെ ഒരു വർഷം മുന്നേ എന്നെ ഒത്തിരി നിർബന്ധിച്ചതാണ് RCB പറ്റി പറഞ്ഞു തന്നതാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ എംബ്രാൾഡ് ബിസാർ. പക്ഷെ ഞാൻ പിടികൊടുത്തില്ല, എനിക്ക് സമയം ഉണ്ടായില്ല, യോഗ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, അതുകൊണ്ട് പറ്റിയതാ സംഭവം. ഈ നെറ്റ്വർക്ക് പരിപാടി എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല. കാരണം അത് ആളെ ചേർത്ത, കാശ് മേടിക്കുക, 4 ദിവസം കമ്പനി ഇല്ല. അപ്പോ സംഭവം ഈ 19 വയസ്സിനിടയ്ക്ക് നാട് വിട്ടു പോയിട്ടില്ല. അപ്പൊ നാട്ടിൽ ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികൾ കണ്ട് ഒളിച്ചോടിയ ആൾക്കാരെ കണ്ടായതുകൊണ്ട് ഈ നെറ്റ്വർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു എന്നെ KK രാജൻ സാറാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വൈഫും എന്റെ കടയിലെ ഒരു നല്ല കസ്റ്റമർ ആയിരുന്നു. അവരുടെ നിരന്തരമായ ഒരു ഫോളോ അപ്പിലൂടെയാണ് എന്നെ അവർ വളരെയധികം നിർബന്ധിച്ച് കൊമ്പടിയിൽ നടക്കുന്ന ഒരു ചെറിയ ഹാളിൽ, അതായത് ആ അക്ഷയുടെ മുകളിലുണ്ട്, പഴയ അക്ഷയുടെ മുകളിലുണ്ടാകുന്ന ചെറിയ ഹാളിലേക്ക് ഒരു പ്രോഗ്രാമിന് വന്നെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്, ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന്റെ നന്മയും ബ്യൂട്ടിയും സാധ്യതയും ഇത് ജീവിതകാലം മൊത്തം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നു. നമ്മൾ മൂലം ആരുടെയും പൈസ പോവില്ല എന്നും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബം ഇതിനകത്ത് സേഫ് ആണെന്നും എനിക്ക് ആ ഒരൊറ്റ പ്രോഗ്രാമിൽ മനസ്സിലായി. അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരുപാട് ആൾക്കാർ, ഇവിടെ പറഞ്ഞ പോലെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ. ഞാൻ ആ ഹാളിലേക്ക് കടന്നു ചെന്നപ്പോൾ, ഞാൻ ചെന്നപ്പോൾ ഈ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, വേറെ കുറെ ഫുള്ളായിരുന്നു. ഞാനവിടെ ചെന്നപ്പോ എന്നോട് വാതിക്ക് ഇരുന്നിട്ട് ഒരു മേഡം പറഞ്ഞു 50 രൂപ തരാൻ പറഞ്ഞു. പേര് പറഞ്ഞപ്പോ പേര് കഴിഞ്ഞപ്പോ 50 രൂപ പറഞ്ഞു. ദൈവം, എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, ഞാൻ പൈസ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു പൈസ പോലും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആര് ശീലാണ് പൈസ കൊണ്ടുപോകാറുന്നില്ല. ഈ 6 വർഷം മുന്നും പൈസ കേസിൽ വയ്ക്കാറില്ല. അങ്ങനെ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ കൊണ്ടുവന്ന് ആലോചിച്ചു പറഞ്ഞു, രാജൻ എന്ന് പറഞ്ഞു. അപ്പൊ അവര് രാജൻ സാർ വിളിച്ചു. രാജൻ സാറാണ് എന്റെ ആദ്യത്തെ മീറ്റിങ്ങിന്റെ പൈസ കൊടുത്ത അദ്ദേഹമാണ്. എനിക്കിതൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോഴെങ്കിലും ഇത് എന്ത് കാശ് മേടിച്ചൊരു പരിപാടി 50 രൂപ കിട്ടാനാണോ ഈ പരിപാടി ഇവിടെ നടത്തണമെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ അകത്ത് കിടന്നപ്പോ ഞാൻ നോക്കിയപ്പോ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ മിക്സ് ആക്കിയിരിക്കുന്നു. അപ്പൊ ചൊക്ക ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് ഞാൻ കരുതി. പ്രോഗ്രാം തുടങ്ങി കുറച്ചപ്പോൾ മനസ്സിലായി ഇത് ആരും ഭാര്യ ഭർത്താക്കന്മാരല്ല, ഇതൊരു കുടുംബമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സ്ത്രീയും പുരുഷനും എന്ന് വ്യത്യാസമില്ലാണ്ട്, ജാതി മതം എന്ന് വ്യത്യാസമില്ലാണ്ട്, കൈയുണ്ടോ കാലുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ വിദ്യാഭ്യാസം ഇല്ലേ, അങ്ങനെ ഒരു തരംതിരിവില്ലാതെ ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം, ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ പറയും അത് RCB മാത്രമേ ഉള്ളൂ. ഇവിടെ ആണുമില്ല പെണ്ണുമില്ല, ജാതിയില്ല മതമില്ല, രാഷ്ട്രീയന്റെ കൈയുണ്ടോ കാലുണ്ടോ അറിവുണ്ടോ ഒന്നും വേണ്ട, ഒരു കുടുംബമായിട്ട് സന്തോഷമായിട്ട് പോകുന്ന ഏറ്റവും നല്ല ജനങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയ പ്രസ്ഥാനമാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അന്ന് അവിടെ ക്ലാസ് എടുത്ത മെയിൻ ലീഡർ നമ്മുടെ എന്റെ ഭാഗ്യം, അല്ലെ എന്റെ കുടുംബത്തിന്റെ ഭാഗ്യം, നമ്മുടെ സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറായിരുന്നു. ലാസ്റ്റ് എന്നോട് 1 മണി വരെ എന്ന് പറഞ്ഞു. പക്ഷെ പ്രോഗ്രാം തീർന്നപ്പോൾ നമുക്കറിയാലോ 3 മണിയായി. എന്നാലും ഞാനത് ഫുള്ളവിടെ കേട്ടിരുന്നു. സുരാജ് സാർ ഉണ്ടായിരുന്നു, സജീവ് സാർ ഉണ്ടായിരുന്നു, ബിജു സാർ ഉണ്ടായിരുന്നു, വിനോദ മേഡം ഉണ്ടായിരുന്നു, നന്ദൻ സാർ ഉണ്ടായിരുന്നു, സുമ മേഡം ഉണ്ടായിരുന്നു, എല്ലാ ലീഡേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവരും വാച്ച് ചെയ്തിരുന്നു. ചാനലിനെ കുറിച്ച് വ്യക്തികൾ എനിക്ക് മറക്കാൻ പറ്റില്ല അന്നത്തെ ഒരു ഇത്. പക്ഷെ അവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ലാസ്റ്റ് ഗിരീഷ് സാറിന്റെ ഒരു വിഷൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഞാൻ മിലിറ്ററിയാണ്, പേള അച്ചീവറാണ്, ഇത്ര വരുമാനം മേടിക്കുന്നു, എനിക്ക് ഇത്രയധികം സ്വപ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ സ്വപ്നങ്ങളൊക്കെ എനിക്കുള്ള സ്വപ്നം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വിഷനും ധൈര്യവും കണ്ടപ്പോൾ എന്നെ അതിനകത്ത് നിൽക്കാൻ ഞാനത് തീരുമാനിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ ഭാര്യ സെനി ഒരു നിലയ്ക്കും സമ്മതിക്കില്ല, അമ്മിച്ചും സമ്മതിക്കില്ല, ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോണ്ടാ പറഞ്ഞു. അമ്മിച്ചൊട്ടും സമ്മതിക്കില്ല, ഭാര്യ ഒട്ടും സമ്മതിക്കില്ല. അപ്പച്ചൻ പിന്നെ ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെടാറില്ല. ഇങ്ങനെ എന്താ വെച്ചാൽ ചെയ്തോന്നുള്ള ഇതിൽ അപ്പച്ചൻ അങ്ങനെയാണ്. അപ്പൊ ഒരു നിലയ്ക്കും എന്റെ ഭാര്യയും അമ്മയും സമ്മതിച്ചിട്ടില്ല. ആർസിന് പരിപാടി വേണ്ട, ഇങ്ങനെ നെറ്റ്വർക്കും വേണ്ട, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പണികളുണ്ട്, 1 മിനിറ്റാണ് ഒഴിവില്ല. വെളുപ്പിന് 4 മണി മുതൽ വൈകിട്ട് 11 മണി വരെയാണ് എന്റെ ഡ്യൂട്ടി. 10-12 ടിപ്പർ ഉണ്ട്, 4 JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, എംസാനിന്റെ യാർഡ് ഉണ്ട്. യാർഡ് എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും യാർഡിലെ ലോഡിങ്. വൈകിട്ട് 6 മണി 7 വരെ ദിവസം 100ഓളം ടിപ്പർ ലോഡ് കയറ്റി പോകുന്നു. ഷോപ്പ് നടത്തുന്നു, സിമെന്റ് കച്ചവടം നടത്തുന്നു. 1 മിനിറ്റ് ഒഴിവില്ല. 2 ഫോൺ നേരം മുതൽ വൈകുന്നേരം വരെ നിന്ന് അടിക്കും. തൊണ്ടയ്ക്ക് തന്നെ സുഖമില്ല. നേരം മുതൽ വൈകുന്നേരം വരെ സംസാരം മാത്രം. അപ്പോ ഹെൽത്ത് നോക്കാൻ പറ്റണില്ല. നല്ല വരുമാനമുണ്ട്. വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇവിടെ പറയാൻ പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയധികം വരുമാനമുള്ള സമയം, തീർച്ചയായിട്ടും അത്രയധികം വരുമാനമുള്ള സമയം. അപ്പൊ ഒരിക്കലും എനിക്ക് ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല. അമ്മച്ച് സമ്മതിച്ചില്ല, ഭാര്യ സമ്മതിച്ചില്ല. പക്ഷെ എനിക്ക് ഞാനല്ല കേട്ടുള്ളൂ. അല്ല സിനിമയിൽ പറയില്ലേ ഞാനേ കണ്ടുള്ളൂ, ഞാനേ കേട്ടുള്ളൂ പറയും. ഞാനല്ല സത്യത്തിൽ കേട്ടുള്ളൂ.
ഇതിന്റെ ഒരു സാധ്യതയും ഇതിന്റെ അവസരം ഇവർ കേട്ടിട്ടില്ലല്ലോ. എന്ത് ചെയ്യും? എനിക്കാണ് ഇത് വിട്ട് കളയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ സാധ്യത ഗിരീഷ് സാർ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും ഞാൻ എന്റെ വിലപ്പെട്ട സമയം ഒരു ഫോൺ സിന്നെ ഏൽപ്പിച്ചു, ഒരു ഫോൺ സൈലന്റ് ആക്കിയിട്ട് അവിടെ പോയിരിക്കുന്നു. ഏതായാലും വിലപ്പെട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ ഫാൻ പോലും ഇല്ലാത്തവർക്ക് എനിക്ക് സ്ഥലം കിട്ടിയത്, ഒരു ആമറസ്റ്റ് പോലും ഇല്ലാത്തൊരു അവസരം. എന്റെ അന്നത്തെ ശരീരത്തിന്റെ ക്ഷീണവും ഒക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും ക്ഷീണമാണ്, മീൻസ് എന്റെ പണി അങ്ങനെയാണ്. അപ്പൊ ആംറസ്റ്റ് ചെയ്ത കസേര ഇരിക്കാൻ പോലും പറ്റില്ല, ഫാനില്ല. എന്നാൽ പോലും പോയതല്ലേ ഞാൻ. പക്ഷെ എന്റെ കൂടെ എന്റെ അമ്മയുടെ ആങ്ങള ടോമി ചാച്ച ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചിൽ ഷോപ്പ് ഇടുന്നു. പക്ഷെ അദ്ദേഹം അവിടെ ഫുൾ ടൈം ഇരുന്ന് ഉറങ്ങായിരുന്നു. അദ്ദേഹം ഇരുന്ന് ഉറങ്ങി. പക്ഷെ ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹം ഇന്നും ആർസിബിൽ ഉറങ്ങാണ്. അദ്ദേഹം ഇന്ന് സ്റ്റാർ അച്ചീവറാണ്, ഞാൻ ടെക്നിക്കൽ അച്ചീവറാണ്. അദ്ദേഹം ഇപ്പോഴും ആ രീതിയിൽ ഉറക്കാണ്. സാർ ശരിയാവും. അദ്ദേഹവും എത്തുമ്പോൾ ടെക്നിക്കൽ അച്ചീവർ ആവും, അതിന് ഉറപ്പാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ അങ്ങനെ കേട്ടു. അപ്പൊ എനിക്ക് ഇനി ഒരു ലക്ഷ്യം, ഇനി അങ്ങനെ സിനീനെ അമ്മിച്ചിരിക്കുന്ന സാധ്യത പറഞ്ഞ് മനസ്സിലാക്കിടും. ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ ഒരു ആട്ട മേടിച്ചു കൊണ്ടുവന്നു. ആട്ട മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആട്ട അമ്മിച്ച്, ഇന്ന് അമ്മിച്ചില്ല, അമ്മിച്ച് വെച്ചിട്ട് 4 വർഷമായി. അമ്മിച്ച് അതുകൊണ്ട് ദോശ വൈകിട്ട് ഉണ്ടാക്കി തന്നപ്പോ ആ ദോശ പറഞ്ഞാൽ കഴിച്ചു. അമ്മിച്ചു ഇത് നല്ലൊരു സ്മെല്ലും നല്ല ദോശയാണ്, നല്ല പൊടിയാണ്. അമ്മിച്ച് പറഞ്ഞു. ഞാനും അത് കഴിച്ചു നോക്കിയപ്പോ ഇത്ര നല്ലൊരു ഗോതമ്പ് പൊടി അടുത്ത കാലത്ത് ഒന്നും ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് 10 ശതമാനം സമാധാനം. സാധനം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മച്ചി ഇഷ്ടപ്പെട്ടു, സമാധാനം. അങ്ങനെ രാജസാർ നമുക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ജോയിനിങ്ങളുടെ പരിപാടി പതുക്കെ പതുക്കാൻ ആരംഭിക്കാനുണ്ടായത്. എന്നാൽ പോലും ഇവര് ആരും വീണ്ടും കൂട്ടാക്കില്ല എന്ത് പറഞ്ഞാലും. അപ്പോൾ തന്നെയാണ് നമ്മുടെ വീട്ടിലെ സജീവ് സാറ് പറഞ്ഞത്, അനിൽ സാറെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കും എല്ലാവർക്കും ഇതിന്റെ സാധ്യത ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പരിപാടിയൊന്നും വീട്ടില് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ സജീവ് സാർ അങ്ങനെ എന്റെ ഷോപ്പിൽ വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഹോം ഷോപ്പിലൂടെയാണ് അല്ലെ ഹോം മീറ്റിങ്ങിലൂടെയാണ് ഈ നെറ്റ്വർക്ക് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞാനത് അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഹോം മീറ്റിംഗ് വീട്ടിൽ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് ബിസാറിന്റെ കിടന്ന് മേടിച്ച് അവിടെയൊക്കെ വെക്കണം. ശരി, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു 10-50,000 രൂപയുടെ പ്രൊഡക്റ്റ്, എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു 50,000 പ്രൊഡക്റ്റ് ബില്ലടിച്ചു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ എന്റെ അവിടേക്ക് കൊടുത്തു വിട്ടു ബിസാർ എന്ന്. അങ്ങനെ കൊണ്ടുവന്ന് സെറ്റാക്കി. എന്റെ ഹോം ഷോപ്പിന് ഏറ്റവും ആദ്യം എന്റെ വീട്ടിൽ വന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആന്റോൺ സാറും ഷൈൻ മാഡായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ എല്ലാ റിലേറ്റീവിനും എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ വിളിക്കാൻ പറഞ്ഞു. സജീവ് സാറിന്റെ നിർദ്ദേശപ്രകാരം ആണ് 100% പോയിട്ടിരുന്നു. ഓരോ കാര്യങ്ങൾ പോയിട്ട് സജീവ് സാർ പറഞ്ഞ പോലെയാണ്. സജീവ് സാർ പറഞ്ഞു എല്ലാ ബന്ധുക്കളും വിളിച്ചോളൂ, നാട്ടുകാർ വിളിച്ചോളൂ, വീട്ടുകാർ വിളിച്ചോളൂ, വീട് നിറച്ച ആൾക്കാർ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചു. ആ പാടി 10-12 ആളുണ്ടായിരുന്നു അന്ന്. സത്യത്തില് 12ഓളം ആളുണ്ടായിരുന്നു. അങ്ങനെ അന്വ സാറും ഷൈനി മേഡം വന്നു. ഞാൻ ആദ്യമായിട്ടാണ് അന്വ സാറിനും ഷൈനി മേഡത്തിന് കാണുന്നത്. അങ്ങനെ അവർ പരിചയപ്പെട്ടു. അവർ ബാഗൊക്കെ ആയിട്ട് ഒരു 2 വീലറിലാണ് വന്നത് അന്ന്. അങ്ങനെ പ്രോഗ്രാം ആരംഭിച്ചു. പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. അദ്ദേഹം വന്ന വഴി അവിടെ ഒരു ക്ലാസ് എടുക്കേ ഒന്നല്ല ചെയ്തത്. അവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ 12, ഞാൻ കൂടാണ്ട് 12ഓളം ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാരുണ്ടായിരുന്നു, അപ്പച്ചന്റെ വീട്ടുകാരുണ്ടായിരുന്നു, നാട്ടുകാർ, ഇവരൊക്കെ ആയിട്ട് ആദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും അദ്ദേഹം ചെയ്ത് ഇവരായിട്ട് എല്ലാവരും ഒരു ബന്ധം സ്ഥാപിച്ചു. എന്നെക്കാളും കൂടുതൽ ബന്ധമായി ഷൈനി മേഡം അനു സാറും അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരായിട്ട് എല്ലാവരും ഷെയ്ക്കിൻ്റെ അടുത്ത് പേര് പറഞ്ഞ് സംസാരിച്ച് അവിടെയുള്ള ആൾക്കാരായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം ഒരു പേഴ്സണൽ അല്ല ഒരു സ്നേഹബന്ധം അവിടെ ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിൽ വന്ന ആൾക്കാരായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പേഴ്സണലായിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ അവിടെയുള്ള എല്ലാ ആൾക്കാരായിട്ട് സാർ അന്ന് അവിടെ സംസാരിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മളൊരു വീട്ടിൽ ഹോം മീറ്റ് എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ആൾക്കാരുടെ അവിടെ കൂടിയ ആൾക്കാർ ഇവർ ആരൊക്കെയാണോ, എന്തൊക്കെയാണ് ഇവരുടെ കപ്പാസിറ്റി, എന്തൊക്കെയാണ് ഇവരുടെ സാധ്യതകൾ, ഇവർ ഏതൊക്കെ ലെവലിലാണ് ഇവർ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞ് അല്ല നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആ ഹോം മീറ്റിങ്ങിന്റെ വിജയത്തിന് നല്ലൊരു അവസരം ഉണ്ടാവും. അത് അന്ന് ആന്റോൺ സാറും ഷൈനി മാഡം വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു. എനിക്ക് പലരും ഇതിനകത്ത് പാനും ബുക്ക് എടുത്ത് വെച്ച ആൾക്കാർ എന്തായാലും ഇപ്പൊ 100 ആൾക്കാർ ഫുള്ളാണ്. ഒരു 10 ആളെങ്കിലും ഞാൻ മിനിമം പറയുന്നുണ്ട്, 10 ആളെ 100 ആളും ബുക്കും പാനും എടുത്തു വെച്ചിട്ടുണ്ടാവും കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. പറയട്ടെ, പാനും ബുക്കുള്ളവരുണ്ടല്ലോ അല്ലെ? സക്സസ് ഈസ് നോട്ട് എ ചാൻസ്. സക്സസ് ഈസ് നോട്ട് എ ചാൻസ്. വിജയിക്കുക എന്നുള്ളത് ഒരു ചാൻസ് അല്ല. എഴുതി തരുന്നു. ഇത് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കണ. ഇത് വെറുതെ പറയുന്നതല്ല. ഞാൻ എൻ്റെ കുറച്ച് നാളത്തെ ഒരു അറിവ് പങ്കുവെക്കുന്നത്. സക്സസ് ഈസ് നോട്ട് എ ചാൻസ്. എന്തായാലും കുറച്ചാളുകൾ എഴുതിയിട്ടുണ്ടാവും, ആവശ്യമുള്ളവർ എഴുതിയിട്ടുണ്ടാവും. ഇതൊരു എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് ഇത് വിജയിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അന്റോൺ സാറ് വന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ ബോർഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അന്റോൺ സാർ ബോർഡൊക്കെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് ഈ ബോർഡ് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല കേട്ടോ. അന്റോൺ സാർ ബോർഡൊക്കെ സെറ്റ് ചെയ്തു, പ്രോഗ്രാം ആരംഭിച്ചു. അദ്ദേഹം
അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ വരുമാനത്തെ കുറിച്ച് പറഞ്ഞു. ഈ കമ്പനിയുടെ പ്രൊഫൈൽ പറഞ്ഞു. പിന്നെ ഒക്കെ ഒന്ന് ഓടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു, പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ, വില വ്യത്യാസം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഏകദേശം ഒരു മണിക്കൂറോളം ഷൈനി മേഡും അന്വൻ സാറും അവിടെ സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹം, അപ്പൊ ആൾക്കാർക്ക് നല്ല അഭിപ്രായങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടു. ലാവണ പറഞ്ഞു, കുറച്ച് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. ഇതിനൊക്കെ ശേഷം അദ്ദേഹം ഇവിടെ ഒരു മറ്റേ നമ്മുടെ എന്താ പറയാ അന്നത്തെ നമ്മുടെ സ്കാൻ ചെയ്യുന്ന എന്താ പറയാ അതിനെ നമ്മുടെ ആൻസർ പേര് പറഞ്ഞില്ല, നമ്മുടെ സ്കാനർ ഓക്കെ, അതുകൊണ്ട് അപ്പൊ അതിനകത്ത് ചെയ്താൽ നമ്മുടെ ബോഡിയുടെ ബോണിന്റെ അവസ്ഥ, ഫാറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ അറിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ചിലർ നോക്കാൻ പേടി, എനിക്ക് അതിലേറെ പേടി. അനുസരണം നോക്കിയോടെ വേറെ ഒന്നും നഷ്ടപ്പെടാൻ പേടിയൊന്നുമില്ല അവർ. അങ്ങനെ ഞാനും നോക്കി, ഒരു കാര്യം പച്ചയില്ല, ഒക്കെ ചോപ്പ, എല്ലാ കാര്യങ്ങളും ചോപ്പിന് റിസൾട്ട്. അങ്ങനെ അദ്ദേഹം അവിടെ കുറച്ചധികം ആൾക്കാർ നോക്കി. അങ്ങനെ എല്ലാം നോക്കി കഴിയുമ്പോ ഇദ്ദേഹം എന്റെ അപ്പച്ചന് നോക്കി. എന്റെ അപ്പച്ചന് ഇപ്പൊ 86 വയസ്സാണ്, ഏകദേശം 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പച്ചന് നോക്കിയിട്ട് അദ്ദേഹം എനിക്ക് അപ്പച്ചന് കെട്ടിപ്പിടിച്ച് പറയാ, അന്വൻ സാറ് പറയും, ഞാൻ എന്റെ ജീവിതത്തിൽ ഈ 5-6 വർഷമായിട്ട് ഇതുമാതിരി റിസൾട്ട് ഒരു വ്യക്തിനെ കണ്ടിട്ടില്ല. അവർ അപ്പച്ചനെ അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം അപ്പച്ചനെ എല്ലാം ക്ലിയർ ആയിരുന്നു. അപ്പച്ചൻ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പച്ചൻ പോയപ്പോ എന്റെ പള്ളിയിൽ പോയി, ഇനി പള്ളിയിൽ പോയി വന്ന് അദ്ദേഹം കൈക്കോട്ടെടുത്ത് പറമ്പിൽ കളയ്ക്കും. അത് കഴിഞ്ഞ് ഷോപ്പിൽ പോവും, 9-1 ഭക്ഷണം കഴിക്കും, പിന്നെ ഷോപ്പിൽ പോവും, 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കും, സുഖമായിട്ട് കുഞ്ഞിന് ഉറക്കം 2-3 പേര് ചായ പിടിച്ച് പോവും, 7 മണി കട കൂട്ടി വരും. കൃത്യമായ ചിട്ടകൾ എൻ്റെ അപ്പച്ചൻ അത് എന്നും ഭക്ഷണം ഇതിൽ. ഇന്ന് വരെ എൻ്റെ അപ്പച്ചൻ ചിക്കൻ കഴിച്ചിട്ടില്ല. ബീഫ് കഴിക്കും. അപ്പൊ വളരെ മിതമായ ഒരു ഭക്ഷണം. അതായത് അപ്പൊ ആ രീതിയിൽ പോണതിന്റെ പേരിൽ അപ്പച്ചൻ്റെ വെള്ളം അപ്പച്ചൻ ധാരാളം കുടിക്കും. നല്ല റിസൾട്ട്. അപ്പൊ ഇതിന് 2 റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ റിസൾട്ടും അപ്പച്ചന്റെ റിസൾട്ടും എൻ്റെ ഡിഫറെന്റ്. അപ്പൊ ഇത് മെഷീന് വർക്കിംഗ് ആണെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുള്ളൂ. അങ്ങനെ ഇതായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അപ്പൊ അന്ന് എന്റെ കൂടെ വന്ന എന്റെ അപ്പച്ചന്റെ പെങ്ങളുടെ മകൻ, അവൻ പറഞ്ഞു, ചേട്ടാ ഞാനും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ, വേറെ വിഷയമൊന്നുമില്ല. അവൻ ജോയിൻ ചെയ്തു. എന്റെ പെങ്ങളുടെ ഇളയപ്പന്റെ മകൻ ഒരുത്തൻ, ജസ്റ്റിൻ, എന്റെ തൊട്ടടിയിൽ അവനാണ് ശരിക്കും കിടക്കുന്നത്. ജസ്റ്റിൻ വേറെ ആയിട്ട് എന്റെ സൈഡിൽ ഫസ്റ്റ് ജസ്റ്റിൻ എന്ന് പറഞ്ഞ പയ്യനാണ്. അവൻ ഇന്നും തേരാ പാര നടക്കാണ്, 10 ദിവസം വരുമാനം ഇല്ലാണ്ട്. അവന്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ പഞ്ചായത്തിൽ ജോലിയുണ്ട്. അവന്റെ ഇടയിൽ ഏകദേശം 15 ലക്ഷം ബിസിനസ് മൂല്യം അവന്റെ ഒരു സൈഡിലുണ്ട്. മറ്റേ സൈഡ് തുടങ്ങിയിട്ടില്ല, പുള്ളി ബിസിനസ് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അന്ന് അവിടെ വന്നിരുന്ന 5-8 ആൾക്കാർ ജോയിൻ ചെയ്തു. എന്റെ സിനിയുടെ നാത്തുമാര് ജോയിൻ ചെയ്തു. എല്ലാ നമ്പറും ടെർമിനേഷനാണ്. സിനിയുടെ ആങ്ങളയുടെ വീട്ടിലുള്ള ജോയിനുകൾ ഒക്കെ ടെർമിനേഷൻ, ഒക്കെ 15 ലക്ഷം, 12 ലക്ഷം, 13 ലക്ഷം PV ഉള്ള ഐഡികളൊക്കെ ടെർമിനേഷൻ. ആരുടെയാ? സിനിയുടെ ആങ്ങളയുടെ വീട്ടിലൊക്കെ ടെർമിനേഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറ്റപ്പെട്ട് കാര്യമില്ല, ഇവർക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാവില്ല. ഞാനും സിനി ഇതുപോലെ നേരം വലത്ത് വൈകുന്നേരം വരെ RCB ആയിട്ട് നടക്കുന്നു, മുന്നോട്ട് പോകുന്നു. അവരോട് ഹോം മീറ്റ് വയ്ക്കാൻ പറഞ്ഞിട്ട് അവർ കൂട്ടാക്കിയിട്ടില്ല, അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല, ടെർമിനേഷൻ ആയി കിടക്കും. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിവൃത്തിയില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒരു ഹോം മീറ്റിംഗ് വെച്ചപ്പോ എൻ്റെ അമ്മച്ചിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ അപ്പച്ചനും മനസ്സിലായി ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. വന്ന ആൾക്കാരും നല്ല മനുഷ്യരാണ്, അവർ നല്ല സ്നേഹത്തോടെ പെരുമാറി. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ ബിസാറിന്റെ കടയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ബിസാർ പറഞ്ഞു ഷോപ്പിൽ വെച്ച് കുറെ വിൽക്കാൻ പറ്റും എന്ന്. ബിസാറിന് സജി സാറിന്റെ നിർദ്ദേശപ്രകാരം ഷോപ്പിൽ ഒരു ഏരിയ RCB കുറച്ച് പ്രൊഡക്റ്റ്, 1 ലക്ഷം രൂപ പ്രൊഡക്റ്റ് അതേ ഓട്ടോയിൽ കൊടുത്തയച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും RCB എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ടീം ബിൽഡ് ചെയ്യാനും എന്നും നിരന്തരമായ വളർച്ചയ്ക്കും ഈ നന്മ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല ഉപാധി, വേറെ ഒരു ഉപാധി ഇല്ല, ഹോം മീറ്റിംഗ് മാത്രമേ ഉള്ളൂ ഈ പ്രസ്ഥാനം മുന്നോട്ട് പടിപടിയായിട്ട് വളർന്ന് പോകാനുണ്ട്. ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഹോം മീറ്റിംഗ് നിർബന്ധമാണ്. ഞാൻ പോലും പരിപാടി ആവശ്യം നടത്തുന്നില്ല, 100% എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ല എൻ്റെ പോരായ്മയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ടീം, അല്ല ഞാനും അത് ഒരു പരിധി വിട്ട് സജീവ് സാറിനെ പോലെയൊക്കെ അത്ര സ്പീഡിൽ ഫാസ്റ്റായിട്ട് വിജയിക്കാത്തതിന് കാരണം എൻ്റെ തെറ്റാണ്. ഹിന്ദിയിലൊക്കെ പറയും ഹെൽത്തി മേറായ, അങ്ങനെ പറയാൻ തുടങ്ങി അറിയില്ല ശരിക്കും. അങ്ങനെ അപ്പൊ അത് തെറ്റെൻ്റെ തന്നെയാണ്, ഒരു തർക്കമില്ല. കാരണം ഹോം മീറ്റിംഗ് ഞാൻ ആഴ്ചയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആഴ്ചയിൽ 2-3 ഹോം മീറ്റിംഗ് ഫോക്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീം അടിപൊളിയായിട്ട് പറക്കും, ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ടീമിലായാലും ഞാൻ നടത്തിയ ഹോം മീറ്റിംഗ് നടത്തിയ വീടുകളിലെ അനുഭവങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോം മീറ്റിംഗ് നടത്തുമ്പോഴാണ് ആ വീട്ടിലുള്ള, നമുക്കറിയാം ഒരു വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരു RCBന്റെ പ്രോഗ്രാമിന് ആരും നിർബന്ധിച്ച് കെട്ടിവലിച്ച് ഫാമിലി ആയിട്ടൊന്നും പോകാറില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്നും ഫാമിലി ആയിട്ട് പോലും ഞാൻ ഒറ്റയ്ക്കല്ലേ പോയുള്ളൂ. അപ്പൊ എനിക്ക് മാത്രം മനസ്സിലാവില്ല, ആ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കണം ഈ പ്രൊഡക്റ്റിന്റെ നന്മ, ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ നാളെ ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയം. ആ ടീം അല്ല വന്ന വ്യക്തിക്ക്
സന്തോഷമായിട്ട് നിലനിൽക്കാനും ആ വ്യക്തി അടുത്തൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ അവരുടെ വീട്ടിലെ സപ്പോർട്ട്, അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരായാലും ഒരാളാണ് ആർസിബിയിൽ ഫസ്റ്റ് വരുള്ളൂ. അവർക്ക് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നല്ല, ആ വീട്ടിലത്തെ ഒരു സപ്പോർട്ട് കിട്ടണം. ആ വീട്ടിൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ആ വീട്ടിൽ ഹോം മീറ്റിംഗ് നടന്നിരിക്കണം. ആ ഹോം മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വരുന്ന ലീഡർമാരുടെ ഒരു കഴിവാണ് അവിടെ ഏറ്റവും കൂടുതൽ. ആ ഹോം മീറ്റിംഗിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതല്ല, അവിടെ ഉണ്ടായിരുന്ന ലീഡർ ഇടപഴകുന്ന രീതികൾ. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി. അപ്പോൾ സജീവ് സാറ് പറഞ്ഞു കൊറട്ടിയിൽ അച്ചാച്ചൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തണം. അച്ചാച്ചൻ്റെ വീട്ടിൽ സജീവ് സാറ് ഞാനും സജീവ് സാറിന്റെ അന്ന് സജീവ് സാറിന് ഓമിനി കാറിൽ ഞാനും സജീവ് സാറ് ഇവിടെ അവിടെ വരെ വർത്തമാനം പറഞ്ഞു പോയി. പിന്നെ സജീവ് സാറിന് ഇനി ഹോം മീറ്റിംഗ് വേണം. അപ്പൊ ഞാൻ തുമ്പൂര് എൻ്റെ വീടിന് 4 വീട് അപ്പുറത്തെ ഒരു വീട്ടിലേക്ക് ഹോം മീറ്റിംഗ് നടത്താൻ പോയി. ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് അത്. അന്ന് ഞാൻ പഠിച്ചൊരു പാഠം, എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റും ഞാൻ അത് പറയാം, തെറ്റ് പറ്റി. അതിന് സജീവ് സാറ് വന്നു. ഞാനിവിടുത്തെ ബൈക്കിന് പോയി. സജീവ് സാറ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ, എനിക്കന്ന് ബോർഡൊന്നും ഇല്ല, വൈറ്റ് ബോർഡൊന്നും എനിക്കില്ല. സജീവ് സാറ് ബോർഡും സ്റ്റാൻഡും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ എന്നോട് അവിടെ പറഞ്ഞത് സാർ പ്രൊഡക്റ്റ് എല്ലാവരും ഉണ്ടാവണം കേട്ടോ, മാക്സിമം പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ കുറെ പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുപോയി. സത്യത്തില് ഞാനൊരു അബദ്ധം ചെയ്തു, അറിവില്ലായ്മയാണ്. ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ അന്ന് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഒരു വട്ടത്തിൽ ടിന്നില വരാറ്, അടപ്പുള്ള ടിന്നിലാണ്. അന്ന് ഡോയ് പാക്ക്, ഇന്നത്തെ ഡോയ് പാക്ക് ആണ് ടിന്നില വരാറ്. ഞാൻ ഉപയോഗിച്ച ഡോയ് പാക്കാണ് അവിടെ ഡിസ്പ്ലേ കൊണ്ടുപോയത്. ഇത് പൊട്ടിക്കാത്ത ബോട്ടിലല്ല കൊണ്ടുപോയത്, ഞാൻ ഉപയോഗിച്ച ഡോയ് പാക്ക് കാലി പാക്കാണ് ഞാൻ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ഹോം മീറ്റിംഗ് ആരംഭിച്ചു. സജീവ് സാറ് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി എടുത്ത് പറയുന്നു. അങ്ങനെ അവിടെ ഹോം മീറ്റിംഗ് സക്സസ് ആയിട്ട് പോകണം. അവിടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു സജീവ് സാറ്. അവർ ഇന്ന് ആർസിബി ഉണ്ട് പറഞ്ഞ മാതിരി, എത്ര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും അവർ ആർസിബിനുള്ള പ്രൊഡക്റ്റ് ആ വീട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ സജീവ് സാറ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ട് എടുത്തപ്പോൾ ടിന്ന് കാലി. സജീവ് സാറ് മിണ്ടിയില്ല. ഇത് കാലി ടിന്നാന്ന് സജീവ് സാർ എടുത്ത് പറഞ്ഞു. സജീവ് സാറ് മിണ്ടിയില്ല. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ പോകുന്നത് സജീവ് സാർ പറഞ്ഞു, അനിൽ സാറെ നാളെ മേലാക്കം ഇങ്ങനെ ഉണ്ടാവരുത്, ഒരിക്കലും ഉപയോഗിച്ച ഒരു ടിന്ന് അവിടെ കൊണ്ടുവരരുത്. കാരണം ഇനി ബൈ ചാൻസ് നമ്മൾ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞ എന്താ കാരണം, അതിന് കാരണമുണ്ട്, വെറുതെ പറഞ്ഞല്ല അദ്ദേഹം. അതായത് ഈ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ വന്നാൽ അദ്ദേഹത്തിന് അത് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൈസ എടുത്ത് തരാൻ ശ്രമിച്ചാല് ഇത് കാലിറ്റിന്റെ ആണ്, ഞാൻ വേറെ തരാന്ന് പറയുമ്പോഴത്തെ നാണക്കേട് എത്രയാ. അപ്പൊ ഒരിക്കലും അങ്ങനെ പൊട്ടിച്ച അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തൊരു കാലിറ്റിനൊന്നും ഇങ്ങനെ ഡിസ്പ്ലേ വാളിലോ അല്ലെങ്കിൽ ഈ ഹോം മീറ്റിംഗ് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. ഞാൻ അന്ന് പഠിച്ച കാര്യം എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. സജീവ് സാറിന്റെ നല്ലൊരു നിർദ്ദേശമായിരുന്നു അത്. ഞാനത് എന്നും പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഒരു ഹോം മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ആ വീട്ടുകാർ വരും, ആ വീട്ടുകാരിലൂടെ ഒരുപാട് വ്യക്തികൾ വരും. അവിടെ ചെറിയൊരു ഹോം ഷോപ്പ് സജീവ് സാർ എപ്പോഴും ചോദിക്കും ഹോം ഷോപ്പിന് എത്ര കാശ് വേണം എന്ന് പറയുമ്പോ സജീവ് സാർ 1 ലക്ഷം എടുക്കാൻ പറ്റുന്നത്. അത്ര പറ്റില്ല, 50,000 അത്ര പറ്റില്ല, വേണ്ട. അങ്ങനെ അവരുടെ ആ വീട്ടുകാരുടെ കപ്പാസിറ്റി എത്രയാണോ, ഇനിയിപ്പോ 2,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ, ആ 2,000 രൂപ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവിടെ ഹോം ഷോപ്പ് വിത്ത് ഒരു ഹോം മീറ്റിംഗ് നടത്താൻ പറ്റുന്ന ടീം പടിപടിയായിട്ട് വളരും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹോം മീറ്റിങ്ങിന് പ്രധാനം കൊടുക്കണം നമ്മള്. അവിടെ ഏറ്റവും മുന്നിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ വന്നിട്ടുള്ള എത്ര പ്രായമുള്ള ആൾക്കാരായിട്ടെ, 2 വയസ്സെ കുട്ടിയായിക്കോട്ടെ, 5 വയസ്സെ കുട്ടിയായിക്കോട്ടെ, 80 വയസ്സായ ഒരു വല്യച്ഛനോ വല്യമ്മ ആയിക്കോട്ടെ, ഇവരായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കണം. അവർക്ക് മനസ്സിലായിട്ട് നല്ലൊരു കൂട്ടായ്മയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത്. ഇത് നല്ലൊരു കൂട്ടായ്മയാണ്, നല്ല മനുഷ്യരാണ് വന്നതെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. ആ രീതിയിലുള്ള നമ്മുടെ സംസാരവും പെരുമാറ്റം അവിടെ ഉണ്ടാവണം. 2, നമ്മൾ ഏറ്റവും മുന്നിൽ കമ്പനിയുടെ ലക്ഷ്യമാണ് പറയുന്നത്. ആർസിബി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം, നമ്മൾ ഒരുപാട് കമ്പനി, കോൾഗേറ്റ് കണ്ടിട്ടുണ്ട്, ആശീർവാദ് കണ്ടിട്ടുണ്ട്, പൊൻകതിരി കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനികൾ നമ്മളുണ്ട്. പക്ഷെ ആ കമ്പനിക്ക് ഒന്നുമില്ലാത്തൊരു ലക്ഷ്യം നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് അവിടെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. ആദ്യത്തെ ലക്ഷ്യം എന്താണ്? ആരോഗ്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ആരോഗ്യം. ആരോഗ്യ സംരക്ഷണമാണ് ഈ കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. കമ്പനിയുടെ ലക്ഷ്യങ്ങള്, നവഭാരത നിർമ്മാണം, ഇതിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ ലക്ഷ്യങ്ങൾ ആദ്യമായിട്ട് അവിടെ പറയുമ്പോൾ അവിടെ ഇന്ന് കേട്ട ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അവർ പതുക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ ഹോം മീറ്റിംഗ് ആരംഭിക്കേണ്ടത്. ഏറ്റവും അടുത്ത സമയം, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കാൻ പറ്റണം. ഇനി വരുമാന മാർഗങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ JRCയും പറയാൻ പാടില്ല. നോർമൽ കേസിൽ ആദ്യമായിട്ട് വീട്ടിൽ ഹോം മീറ്റിംഗ് നടക്കുമ്പോൾ ഒരിക്കലും JRCയും പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഇതെന്ത് കുന്തണാവോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും ഒരു പക്ഷെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ JRCയും ഉണ്ട്. RCBന്റെ ഫുൾ ഫോം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, നമസ്കാരം പറഞ്ഞ് എല്ലാ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് കമ്പനിയുടെ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ, ഇതിനകത്ത് വില വ്യത്യാസം, മാർക്കറ്റിൽ ഒരു ആട്ടയും ഒരു വേസ്റ്റ് തമ്മിലുള്ള വില വ്യത്യാസം നമ്മൾ
തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഏകദേശം ഒരു 1/4 മണിക്കൂർ അവിടെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞ അവരിൽ ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ആ വീട്ടിലൊരാളായിട്ട് നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ, എന്റെ വീട്ടിൽ സജീവ് സാർ അങ്ങനെ അയാളാണ്. അന്ന് അന്വൻ സാറും ഷൈനും മേഡം എന്റെ വീട്ടിലുള്ള ആളായിട്ട് മാറി. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിച്ചണിലെ ഒരാളായിട്ട് മാറി. മീൻസ് അത്ര സ്നേഹവും അടുപ്പായിട്ട് അവിടെ മാറാണ് ആ ലീഡർ. ലീഡർ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു കോട്ട സൂട്ടൊന്നും ഉണ്ടാവില്ല ഒരിക്കലും. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം വീട്ടിലെ ഒരു അംഗമായിട്ട് മാറും ആ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും. അങ്ങനെ അവിടെ ആവാൻ പറ്റുകയാണെങ്കിൽ ആ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ആ ഫാമിലി തീർച്ചയായിട്ടും RCB നിലനിൽക്കും. അവിടെ വന്നവർക്കും ഇതിന്റെ ഒരു പ്രത്യേകതകൾ കാണുമ്പോൾ അവർക്ക് ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയാണല്ലോ എന്ന് അവർക്കും തോന്നാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന ആൾക്കാരും അവരുടെ വീട്ടിലും ഒരു ഹോം മീറ്റിംഗ് നടത്തണം. എനിക്കും പതുക്കെ ഇത് ആരംഭിക്കണം എന്നൊരു തീരുമാനം എടുപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നു, ഹോം മീറ്റിംഗ് ആണ് ഈ പ്രസ്ഥാനത്തിന്റെ നെടും തൂണ്. ഹോം മീറ്റിംഗ് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ടീമിന്റെ വളർച്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ ടീമിൽ ഹോം മീറ്റിങ്ങിന്റെ കുറവ് വളരെയധികം ഉണ്ട്. ഒരു തർക്കമില്ല. എന്നിലാണ് ഏറ്റവും വലിയ പോരായ്മ. തീർച്ചയായിട്ടും ഹോം മീറ്റിംഗ് ഉള്ള സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ടീം മുന്നോട്ട് പടപെടാന്ന് പോവാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഹോം മീറ്റിങ്ങിനും ചെറിയ ഹോം ഷോപ്പിനും, വലിയ ഹോം ഷോപ്പ് ഇനി കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആളുടെ രീതിയിൽ നടത്തട്ടെ. അത് നമുക്കറിയാലോ, അവരുടെ പരിചയപ്പെടുമ്പോൾ ഇടപെടുമ്പോൾ നമുക്കറിയാം. ആ രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ഹോം ഷോപ്പിനും ഹോം മീറ്റിങ്ങിനും പ്രാധാന്യം കൊടുത്ത് തീർച്ചയായിട്ടും നല്ലൊരു ടീമിനെ കെട്ടിപ്പടുത്താൻ പറ്റിയ ഒരവസരം ലോകത്ത് വേറെ ഇല്ല. നമുക്കെല്ലാവരും പലർക്കും പല വിഷനും ഗോളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. വലിയ ഗോളോ ഇതിനകത്ത് ഏറ്റവും വലിയ ഗോളുള്ള ആൾക്കാർ എന്ന് ഒരു തമ്പടിച്ചേൻ, വലിയ ഗോളുള്ള ആൾക്കാർ രാജൻ ബേക്കാട്ട് സാറുണ്ട്. ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. ഒത്തിരി ലീഡേഴ്സ് വലിയ ഗോളുണ്ട്. വലിയ ഗോളുള്ള ആൾക്കാരെ കൂടെ ആൾക്കാർ കൂടുള്ളൂ. ചെറിയ ഗോളുള്ള ആൾക്കാരെ കൂടെ ഒരാളും കൂടില്ല. എപ്പോഴും നമുക്ക് വലിയ ഗോളുകളും വലിയ വിഷനും നമുക്ക് ഉണ്ടാവണം. നമുക്ക് പുറത്തവരോട് പറയാനും പറ്റണം, എനിക്ക് ഇതിനകത്ത് RCB ഒരു ഡയമണ്ട് ആവണം, അല്ലെങ്കിൽ ഇനി സജീവ് സാറ് പോലെ എത്രയും പെട്ടെന്ന് സ്റ്റാർ എംബ്രാൾഡ് ആവണം, അല്ലെങ്കിൽ റൂബി ആവണം എന്നൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞ് നമുക്ക് വലിയ വിഷനുള്ള ആളാന്നുള്ളത് നമുക്ക് നമ്മുടെ കൂടെ വന്നൊരു തോന്നണം. എന്നാൽ മാത്രമാണ് ആൾക്കാർ നമ്മുടെ കൂടെ കൂടുള്ളൂ. അനിൽ സാറിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. വെറുതെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ, ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആരും കൂടുന്നില്ല. അതായത് അനിൽ സാറിന് ലക്ഷ്യമുണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാവണം. അല്ലെങ്കിൽ സജീവ് സാറിന് ലക്ഷ്യം എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ ചാരി നിൽക്കുന്നതും. ആ ലക്ഷ്യത്തിന് കൂടെ നമുക്ക് ചേരും, നമുക്ക് എന്തെങ്കിലും നനവ് കിട്ടാൻ അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ലക്ഷ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ പല ആൾക്കാരും ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട്. അപ്പൊ എനിക്കൊരു ഗോൾ അടിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, ഇല്ലേ? ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് എനിക്ക് പ്രത്യേകിച്ചുണ്ട് ഗോൾ അടിക്കുന്ന ആഗ്രഹമുള്ള ആളാ. അപ്പൊ ഞാൻ കുറച്ചൊരു 5-10-15 വർഷം മുന്നൊക്കെ ഞാൻ എന്നും വൈകുന്നേരം കളിക്കാൻ പോകും. എത്ര ജോലി തിരക്കിടയിൽ 1 മണിക്കൂർ ഫുട്ബോൾ കളിക്കാൻ പോകും. അങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ ചെന്ന പിള്ളേർ എന്റെ അന്നത്തെ അവിടുത്തെ ഇത് കാണുന്നവരും ധനിച്ചേട്ടന് 2 ഗോൾ ഉറപ്പായിട്ടടിക്കും, ആ രീതിയിലാണ് എങ്ങനെയെന്ന് പറയും. പക്ഷെ നമ്മൾ ഗോൾ അടിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല ആ പന്ത് ആ ഗോളിൽ ആ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണോ? ഒറ്റയ്ക്കാണോ കൊണ്ടുപോകുന്നത്? ഒരിക്കലല്ല. അത് നമ്മള് 7 ആളോ അല്ലെങ്കിൽ 9 ആളോ 11 ആളോ കളിയാണെങ്കിൽ കൈമാറി ആണ് അവിടെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഗോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഗോൾ അടിക്കുന്നത് അങ്ങനെയാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വലിയ ഗോള് അടിക്കാൻ സാധിക്കില്ല. ബൈ ചാൻസ് ഇപ്പൊ ഒറ്റയ്ക്ക് ഈ പോസ്റ്റ് ആ പോസ്റ്റർ കൊണ്ട ആൾക്ക് അടിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവൻ ക്ഷീണിച്ചിട്ടുണ്ടാവും. അടുത്തൊരു ഗോൾ അടിക്കാനുള്ള കപ്പാസിറ്റി അവന് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇവൻ ഇവിടുന്ന് ഈ ഗ്രൗണ്ടിന്റെ അറ്റമരം ഓടി ചെന്ന് അവിടെ ഗോൾ അടിച്ചിട്ടുണ്ടാവും. ചിലപ്പോ റയർ കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ അങ്ങനത്തെ ഒരു ഗോൾ അടിക്കാൻ അവന് സാധിക്കില്ല. കാരണം അവന്റെ ക്ഷീണം ബോഡി വിഷയം. അപ്പൊ അത് കൈമാറി അടിക്കണമെങ്കിലോ തീർച്ചയായിട്ടും കുറെ ഗോളുകൾ അടിക്കാനും വലിയ ലക്ഷ്യങ്ങൾക്ക് എത്താനും പറ്റും. അപ്പൊ വലിയ ഗോളുകളുള്ള നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ചെറിയ ചെറിയ ആക്ഷൻ. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഹോം മീറ്റിംഗ്. ചെറിയ ചെറിയ ഹോം മീറ്റിങ്ങുകൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരും. അപ്പൊ എല്ലാവരും വലിയ സ്വപ്നം ഉണ്ടാവണം. ഒറ്റയ്ക്ക് അടിക്കാൻ ശ്രമിക്കരുത്. ടീമംഗങ്ങളായിട്ട് പങ്കുവെച്ച് എല്ലാ കളിലും പങ്കുവെച്ച് ചെറിയ ചെറിയ ഹോം മീറ്റിങ്ങുകളും ഹോം ഷോപ്പിലൂടെയും വലിയ ഗോളുകളെത്താൻ നമുക്ക് സാധിക്കും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വലിയ വിഷൻ ഉണ്ടായിരിക്കണം. ഒരു കാര്യം പറയാം, ആരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ മോണോമാനിക്കായിരിക്കും. എന്താണ് മോണോമാനിക്? മോണോമാനിക്കിന്റെ അർത്ഥം ആർക്കറിയാം? വിന്നേഴ്സ് ആർ മോണോമാനിക്. വിന്നേഴ്സ് ആർ മോണോമാനിക് എന്നുവെച്ചാൽ സ്വന്തമായ ഒരു തീരുമാനം, ഏകപക്ഷീയമായ ഒരു തീരുമാനം, എനിക്ക് വിജയിച്ചേ പറ്റൂ. അല്ലാണ്ട് എന്നോട് രാജൻ സാർ വിജയിക്കുന്ന പറഞ്ഞുകൊണ്ടല്ല ഞാൻ വിജയിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഡൗൺലൈൻ പറഞ്ഞുകൊണ്ടല്ല ഞാൻ വിജയിക്കുന്നത്. എനിക്കൊരു തീരുമാനമുണ്ട്, എനിക്ക് വിജയിച്ചേ പറ്റൂ. ഏത് മേഖല, RCBയിലല്ല, ഏത് മേഖല ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ആരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ആരൊക്കെ ആരോഗ്യത്തിനോ, അതൊക്കെ അവർ ഒരാള് ജിമ്മിന് പോയി അവൻ ബോഡി ബിൽഡ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നത് അത് അവന്റെ തീരുമാനമാണ്. അല്ലാണ്ട് അവന്റെ അപ്പം പറഞ്ഞിട്ടോ അമ്മ പറഞ്ഞിട്ടോ അല്ലാണ്ട് കൂട്ടുകാർ പറഞ്ഞിട്ടായിരിക്കില്ല. ഏകപക്ഷീയമായ ഒരു തീരുമാനം
നമ്മൾ കൈ ചുറ്റി പിടിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കണമെങ്കിൽ വിജയം ഉറപ്പാണ്. പക്ഷേ തീരുമാനം എടുക്കാൻ പറ്റണം. അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു നമുക്ക് വിജയിക്കാൻ ഒരു ഫാമിലിയായിട്ട് വിജയിക്കാൻ പറ്റിയ പ്രസ്ഥാനമാണ് RCM. ഞാൻ പലപ്പോഴും ഈ മാസം എൻ്റെ വരുമാനം വന്നപ്പോ ഞാൻ എൻ്റെ വരുമാനം ഏകദേശം എന്ന് പറയാം. ഈ മാസം എൻ്റെ വരുമാനം ഏകദേശം എൻ്റെ ഷോപ്പിലെ അടക്കം സുസാനൊക്കെ അറിയാം, ഷോപ്പ് നടത്തുന്നവർക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ 6 മാസത്തെ നമ്മുടെ എക്സ്ട്രാ കമ്മീഷൻ വന്നു. അത് എനിക്ക് ഏകദേശം 49,000 എക്സ്ട്രാ കമ്മീഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 6 ലക്ഷം രൂപ സെയിൽ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 50,000 രൂപ മാർജിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 ലക്ഷം രൂപയോളം കുറഞ്ഞത് ഈ കഴിഞ്ഞൊരു മാസം RCM എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കുടുംബത്തേക്ക് വരുന്നത് ഏകദേശം 2,90,000 രൂപയോളം ഈ മാസം, ഈ മെയ് മാസം എൻ്റെ കുടുംബത്തേക്ക് ഏകദേശം 2,90,000 രൂപ എന്ന് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ നാട്ടിലുള്ള, എൻ്റെ തുമ്പൂരുള്ള, അല്ല എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവരുടെ വീട്ടിലും ഇത് അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും. ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരുടെ നാട്ടോടൊക്കെ പറയുന്നത്, നമ്മുടെ വീട്ടുകാർ, ഞാൻ അവരെ കാണിച്ചു കൊടുക്കും, എൻ്റെ വരുമാനം അവരെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവരോട് പറയും, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വീട്ടിലും ഈ മാസം ഇത്ര പൈസ വന്നായിരുന്നെങ്കിൽ അങ്ങനെ എല്ലാ മാസം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവരും വീട്ടിലും ഈ 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ എല്ലാവരും വീട്ടിലും വരാണെങ്കിൽ അടുത്ത വർഷത്തെ ഇവിടുത്തെ 50 പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ഉത്സവം എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ഈ നാട്ടിൽ സമൃദ്ധി എത്രയായിരിക്കും? നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും, നമ്മുടെ വാർഡിലുള്ള എല്ലാവരും വീട്ടിലും ഏകദേശം 2 ലക്ഷം രൂപ ആർത്തിയുടെ വരുമാനം വരുന്ന ഒരു കാര്യം നമ്മൾ സ്വപ്നം കണ്ടു നോക്കിയാൽ സാർ സംഭവിക്കില്ലേ? നാളെ സംഭവിക്കില്ല? തീർച്ചയായിട്ടും സംഭവിക്കും. അത് സംഭവിക്കും. ആ സ്വപ്നം നമ്മൾ കാണണം. ഞാനും സ്വപ്നം കാണുന്നുണ്ട്. എന്റെ നാട്ടിലുള്ള, അല്ല എന്റെ കൂടെ ജോയിൻ ചെയ്തവരുടെ നാട്ടിലുള്ള എല്ലാവരും വീട്ടിലും അടുത്ത 2 വർഷം മിനിമം 2 ലക്ഷമെങ്കിലും വരുന്ന രീതിയിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ നാട് എത്ര അധികം നന്നാവും, നമ്മുടെ കുടുംബങ്ങൾ എത്ര സന്തോഷത്തോടെ ജീവിക്കും, നമ്മുടെ കുടുംബം അപ്പൊ എത്ര ഹെൽത്തി ആയിട്ടുണ്ടാവും, നമ്മുടെ നാട് അങ്ങനെ അത്ര പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഹെൽത്ത് നോക്കിയായിരിക്കും, എല്ലാവരും സന്തോഷം ഉണ്ടാവും. അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ ഗംഭീര ആഘോഷമായിരിക്കും, ഒരു പെരുന്നാൾ നടക്കുമ്പോൾ ഗംഭീര ആഘോഷമായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മളിങ്ങനെ ആഗ്രഹിക്കും, നമുക്ക് കിട്ടിയ പൈസ നമ്മുടെ നാട്ടിൽ വീട്ടിൽ എല്ലാവരും കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നമ്മളത് ആഗ്രഹിക്കണം, തീവ്രമായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമും നമ്മളും നമ്മുടെ കൂടെ വന്നവരും എല്ലാവരും വിജയിക്കും. ഉറപ്പാണ് കാര്യത്തില്, അവർ തർക്കമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും പറയാനില്ല. ഒത്തിരി കാലം സംസാരിക്കാനുണ്ട്, സമയം ഇങ്ങനെ കടന്നു പോകണു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം കൂടെ എഴുതി വെച്ചിരുന്നു, സക്സസ് ഈസ് നോട്ട് എ ചാൻസ്. വിജയിക്കാന്നുള്ളത് ഒരു ചാൻസ് അല്ല. ആണോ സാറ്? ചാൻസ് ആണോ വിജയിക്കാന്നുള്ളത്? ഒരിക്കലും ചാൻസ് അല്ല. അതെന്താണ്? ഇറ്റ് ഇസ് എ ചോയ്സ്. ഇതൊരു ചോയ്സ് ആണ്. വിജയിക്കണം വേണ്ടെന്നുള്ളത് ഇതൊരു ചോയ്സ് ആണ്. നമ്മൾ തന്നെ എനിക്ക് വിജയിക്കണം, എനിക്കും എൻ്റെ കുടുംബത്തിന് വിജയിക്കണം. ഇറ്റ്സ് എ നോട്ട്, ഇത് ചാൻസ് അല്ല, ഇതൊരു ചോയ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതൊരു ചോയ്സ് ആയിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി ഏറ്റവും നല്ല അവസരമാണ് RCM. ഏത് കൈയില്ലാത്തവനും, ഏത് കാലില്ലാത്തവനും, പൈസ ഇല്ലാത്തവനും, അറിവില്ലാത്തവനും, എന്തില്ലാത്തവനും ഏറ്റവും നല്ലൊരു ചാൻസാണ് RCM. ഇവിടെ ഒരുപാട് നല്ല ബന്ധങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിജയൻ സാർ ഇരിക്കുന്നു, രാജുഭായി സാറിന്റെ അനിയന. ഞാൻ ഈ RCM ഇല്ലാന്ന് അദ്ദേഹമായിട്ട് ഒരിക്കലും പരിചയപ്പെടില്ല, സുജിത് സാറായിട്ട് ഒരിക്കലും പരിചയപ്പെടില്ലായിരുന്നു. എത്ര നല്ല ബന്ധങ്ങളാ. തീർച്ചയായിട്ടും ഈ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് RCMലുള്ള ബന്ധങ്ങളാണ്. ഏറ്റവും കൂടുതൽ RCMലെ ബന്ധങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച RCMലെ ബന്ധങ്ങളാണ്. ഹെൽത്തി പ്രൊഡക്റ്റ് ആണ്, പോക്കറ്റിൽ പൈസ വരുന്നു, സന്തോഷം, നമ്മുടെ ഭാവി ഇവിടെ സേഫാണ്. നമ്മുടെ മാത്രം ഭാവിയില്ല, നമ്മുടെ മക്കളുടെ ഭാവിയും സേഫാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നമ്മുടെ മക്കള് ഇവിടെ സേഫാണ്. കാരണം ഞാനൊക്കെ പച്ചയ്ക്ക് ആ വേട് ഉപയോഗിക്കുന്നില്ല, അത്രയധികം കഷ്ടപ്പെട്ട് പണിയെടുത്ത്, എൻ്റെ അപ്പച്ചനും അത്ര കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞാനും 16 വയസ്സോടെ പണിയെടുത്തിട്ടാണ്, പകല് കഷ്ടപ്പെട്ടിട്ടാണ്, പലപ്പോഴും ജീവിതത്തിന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ രീതിയിൽ ഒരു ഫിനാൻസ് സെറ്റ് എത്താൻ പറ്റുക. അപ്പൊ നമ്മുടെ മക്കൾക്കും ഇനി ജീവിതത്തിന് പല കാര്യങ്ങളും മാറ്റി വെക്കാണ്ട് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നു RCM വേറെ പരിപാടി ലോകത്ത് വരില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും RCM ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം, മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കണം. അതിന് ഏറ്റവും നല്ല അവസരമാണ് ഹോം ഷോപ്പും ഹോം മീറ്റിംഗും. തീർച്ചയായിട്ടും അതിന് പ്രിഫറൻസ് കൊടുക്കുക. വിജയം ഒരിക്കലും ഒരു ചാൻസ് അല്ല, അതൊരു ചോയ്സ് ആണ്. തെരഞ്ഞെടുക്കാൻ പറ്റണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. RCM. താങ്ക് യു അനു മാഡം. എനിക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ എമറാൾഡ് സജീവ് സാറേയും ജിഷ മാഡത്തെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ രാജ്യ പൊൻപുലി നടത്താൻ സജീവ് സാറ് ഇങ്ങനെയുള്ള അവസരത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സജീവ് സാർ. താങ്ക് യു അനു മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടിപൊളി ഒരു ക്ലാസ് അല്ലേ? എന്താ സാറ് പറഞ്ഞത്? സക്സസ് ഈസ് എ നോട്ട് എ ചാൻസ്, ഇറ്റ് ഈസ് എ ചോയ്സ് അല്ലെ? നമ്മൾ തിരഞ്ഞെടുക്കുക തന്നെ വേണം, അല്ലാണ്ട് ഒരിക്കലും നമ്മളുടെ മുന്നിലോട്ട് ഒരു സക്സസും
കടന്നു വരില്ല. അപ്പൊ അത് തന്നെയാണ് സാറ് നമുക്ക് ഇവിടെ പറഞ്ഞത്. അതായത് RCMൽ നമുക്ക് എന്താ വേണ്ടത്? ഹോം മീറ്റിംഗും ഹോം ഷോപ്പും വേണം. അതൊരിക്കലും നമ്മൾ തെരഞ്ഞെടുക്കുക, അതായത് നമ്മൾ തെരഞ്ഞെടുക്കണം. ആ ഒരു ചോയ്സ് ആണ് നമ്മൾ തെരഞ്ഞെടുത്ത് ഏതൊക്കെ വീട്ടിൽ നമ്മൾ ഹോം മീറ്റിംഗ് നടത്തണം, ഏതൊക്കെ